ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കർണാടക സ്പെഷ്യലായ ചൗ ചൗ ബാത്താണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഒരുമിച്ച് കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ കേസരി ബാത്തും അതുപോലെ ഉപ്പുമാവും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കേസരി ബാത്ത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നെയ്യൊന്നും വറുത്തെടുക്കുമ്പോൾ ചേർക്കണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കളറൊന്നും മാറാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഈ ഒരു പാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ, നമ്മൾ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലോട്ട് ഞാനിവിടെ 1/2 കപ്പ് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാം, 1/4 കപ്പും. പക്ഷേ ഇങ്ങനെ ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ട്. 1/2 കപ്പ് നെയ്യും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും. അതുപോലെ നിങ്ങൾക്ക് നെയ്യിൻ്റെ അളവൊക്കെ കുറക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കേസരി ബാത്ത്. അപ്പം നമ്മുടെ നെയ്യൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ റവ ചേർത്ത് കൊടുക്കാം. നേരത്തെ വറുത്ത് വെച്ച റവ. ഈ റവ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് ഒരു 1 മിനിറ്റൊക്കെ റവ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കുറേ നേരം ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1 മിനിറ്റൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു സമയം ഇതിലേക്കുള്ള വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ 1 കപ്പ് റവയാണല്ലോ എടുത്തത്. അപ്പോൾ 1 കപ്പ് റവക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ ചെയ്യുമ്പോൾ 1 കപ്പ് റവക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയാണല്ലോ. പക്ഷെ നമ്മൾ കേസരി ചെയ്യുമ്പോൾ 1 കപ്പ് റവക്ക് 3 കപ്പ് വെള്ളം എന്ന രീതിയാണ്. അപ്പോൾ അത് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ റവ ചെറുതായിട്ടൊന്ന് നെയ്യിൽ കിടന്നൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ 1 കപ്പ് റവക്ക് 3 കപ്പ് വെള്ളം എന്ന രീതിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം വെന്തിട്ട്. അപ്പോൾ അതുവരെ നമുക്കിത് വേവിച്ചെടുക്കാം. തീ കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് ഇത് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് റവക്ക് 1.5 കപ്പ് പഞ്ചസാര എന്ന രീതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 1.5 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ റവ എടുക്കുന്നത് ആ ഒരു സെയിം കപ്പിൽ പഞ്ചസാര അതുപോലെ വെള്ളമൊക്കെ എടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ ഈ ഒരു പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് വരും. പിന്നെ നമുക്ക് ഇതിലോട്ട് കളർ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെർമറിക് പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി. അപ്പോൾ നല്ലൊരു യെല്ലോ കളർ കിട്ടും. കുറേ ചേർത്ത് കൊടുക്കണ്ട, കുറച്ച്. അപ്പോൾ ഞാനും ഫുഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന യെല്ലോ ഫുഡ് കളർ. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽട്ടായി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് പറഞ്ഞ പോലെ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതൊരു തിക്കായിട്ട് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നൊരു പരുവമാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ തിക്കായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു വിട്ട് വരുന്ന പരുവം നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ട് തിക്കായി വരുമ്പോഴേക്കും. ഫ്ലെയിമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ.
ഇപ്പോൾ ഇത് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ഒരു പരുവമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന പരുവം തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കേസരി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടല്ല, അല്ലാതെ ഇങ്ങനെ ഒരു കുഴഞ്ഞ് ഒട്ടിപ്പിടിച്ചിട്ട് ഒരു രീതിയിൽ കിട്ടുമ്പോൾ നമുക്ക് കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേസരി നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉപ്പുമാവിൻ്റെ വീഡിയോ ഒന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി മുമ്പ് ചെയ്തതാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. സെയിം റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഒരു 1-2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനതൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലോട്ട് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ 2 സവാള, വലുതാണെങ്കിൽ 1 മതി. അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളക് അരിഞ്ഞത്, അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ഗ്രീൻ പീസോ അല്ലെങ്കിൽ ബീൻസ് അരിഞ്ഞതോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി 1-2 കാര്യങ്ങൾ ചേർത്തിട്ട് ഇത് നന്നായി വഴന്ന് വരുമ്പോഴേക്കും ഇതിലോട്ട് തന്നെ റവ ചേർത്തിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് ഞാനൊരു 8-10 അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ 1 കപ്പ് റവയുടെ മെഷർമെൻറ്റാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. 1 കപ്പിന് വേണ്ടിയിട്ടുള്ള അളവാണ് പറയുന്നത്. അപ്പോൾ ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിതിലോട്ട് റവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 1 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കണ്ട. നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഈ ഒരു റവയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഞാൻ പറഞ്ഞ പോലെ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ നേരത്തെ തിളക്കാൻ വെച്ച തിളച്ച് കൊണ്ടിരിക്കുന്ന പാലും വെള്ളവും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ലോണം തിളച്ച് കൊണ്ടിരിക്കുന്ന പാലും വെള്ളവും തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ 1 കപ്പിന് 3 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. 2 കപ്പ് വെള്ളവും 1 കപ്പ് പാലും അങ്ങനെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. വെള്ളം വറ്റിച്ചെടുത്താൽ പോരാ, പാത്രത്തിൽ നിന്നും വിട്ടുവരുന്ന പരുവമാകുന്നത് വരെ ഇത് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കണം. നിങ്ങൾക്ക് ഇത്ര അളവ് വേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതിയാക്കിയാൽ മതി കേട്ടോ. നേരത്തെ ചെയ്ത ബജിലായെങ്കിലും അതുപോലെ ഈ ഒരു ഉപ്പുമാവിൻ്റെതാണെങ്കിലും എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതിയാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ കണ്ടില്ലേ, പാത്രത്തിൽ നിന്നും വിട്ടുവരുന്ന പരുവമായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നമുക്കിങ്ങനെ ഒരു ബോൾ ഷേപ്പിൽ ഇങ്ങനെ ആയി കിട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ തന്നെ ഈ ഒരു പരുവം ആകണം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1-2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഉപ്പുമാവും അതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കേസരി ബാത്തും കൂടെ സെർവ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ സാധാരണ സെർവ് ചെയ്യുന്നത്. എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടാണ്
സാധാരണ സെർവ് ചെയ്യുന്നത്. അപ്പോൾ കഴിക്കാനും കൂടെ നല്ല എളുപ്പത്തിൽ കഴിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കണം, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്